ഹലോ, അപ്പം ഞങ്ങൾ ദുബായിൽ നിന്ന് തിരിച്ചു പോകുന്നത് അലൈൻ ബോർഡർ വഴിയാണ്. അപ്പോൾ ഇത് അബുദാബിയിലുള്ളൊരു അമ്പലമാണ്. ഇത് പുതിയതായിട്ട് വന്നൊരു അമ്പലമാണ്. ഇതിൻ്റെ പേര് ബാബ്സ് ഹിന്ദു മന്ദിർ എന്നാണ്. കൃഷ്ണനാണ് അവിടുത്തെ മെയിൻ പ്രതിഷ്ഠ. പിന്നെ അവിടെ നമ്മൾ കയറുന്നതിന് മുമ്പ് അവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. പാസ്പോർട്ടും നമ്മളുടെ എല്ലാ ഐഡൻറ്റിറ്റിയും ഒക്കെ വാങ്ങിച്ച് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെ അകത്തേക്ക് കയറ്റിയത്. പിന്നെ എയർപോർട്ടിൽ കയറുന്ന പോലെയാണ്. ശരി, ഫുൾ ബോഡി ചെക്ക് ചെയ്യാൻ അവിടെ പോലീസുകാർ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഈ അമ്പലത്തിൽ കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആണ് കേട്ടോ. നോർത്ത് ഇന്ത്യൻസിന് നമ്മളെക്കാളും കൂടുതൽ ഭക്തിയും ഇതൊക്കെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ എന്താ പറയുക, നമുക്ക് അവിടെ കയറുന്നതിന് മുമ്പ് ഒരു ക്ലാസ് എടുത്തു തന്നിരുന്നു. അതൊരു നോർത്ത് ഇന്ത്യൻ ലേഡി ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ഫാമിലിനോടും നമ്മൾക്ക് കൂടുതൽ ഭക്തിയും വരാൻ വേണ്ടിയിട്ടുള്ളൊരു തീമിൽ ഇവർ ഫെബ്രുവരി 14 ഈ അമ്പലം ഉദ്ഘാടനം ചെയ്തതെന്ന് പറയാം. ഫെബ്രുവരി 14 പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ, വാലന്റൈൻസ് ഡേ. പിന്നെ അവർ ക്ലാസ് എടുത്ത് തന്നപ്പോൾ പറഞ്ഞത് അവിടെ ത്രിവേണി സംഗമമുണ്ട്, പിന്നെ അർച്ചന നമുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, പിന്നെ ധാര ചെയ്യുന്നത് നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും, ധാരയൊക്കെ അങ്ങനെയൊക്കെയാണ്. പിന്നെ അതിന് ഫ്രണ്ടിൽ തന്നെ 2 സ്വിമ്മിങ് പൂള് പോലെ അങ്ങനെയുണ്ട്. സ്വിമ്മിങ് പൂളല്ല കേട്ടോ, കുളിക്കാനുള്ള സ്ഥലമൊന്നുമല്ല അത്. അങ്ങനെ പിന്നെ അതിൻ്റെ അമ്പലത്തിനെ പറ്റിയുള്ള കുറച്ച് ട്രഡീഷണലായിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള സ്റ്റാളുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളി ആണ്. അമ്പലം കാണാതെ പോരുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി പോയാൽ. കാണാതെ അല്ല, അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റിയതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. പിന്നെ നമ്മളുടെ നാട്ടിലത്തെ ദൈവങ്ങളുടെ പ്രതിഷ്ഠയും അതിൻ്റെ ഇതും വെച്ചിട്ട് ഇത് കുറച്ചുകൂടി ഡിഫറെൻ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസ് ആയപ്പോൾ അതിനനുസരിച്ച് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഫുള്ള് മാർബിളിലാണ് അത് ചെയ്തേക്കുന്നത്. കൊത്തുപണികളെല്ലാം മാർബിളിലാണ് ചെയ്തേക്കുന്നത്. നാട്ടിൽ ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് എന്നാണ് പറയണത്. അകത്തൊക്കെ ഫുള്ള് വൈറ്റ് മാർബിളിലാണ് കേട്ടോ. അടിപൊളിയാണ് കാണാനായിട്ട്. പിന്നെ ലിഫ്റ്റ് ഉണ്ട്, മുകളിലേക്ക് കയറാൻ ലിഫ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളവിടെ എല്ലാം കറങ്ങി കണ്ടു. നന്നായിരുന്നു. എന്തായാലും അവിടെ കയറാൻ പറ്റിയത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. പിന്നെ ഈ അമ്പലത്തിന് 3 ഫ്ലോറാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ത്രിവേണി സംഗമം ഉള്ളത്, സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മളുടെ പ്രതിഷ്ഠകളെല്ലാം ഉള്ളത്. അപ്പോൾ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലാണ് പൂജ നടക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പേ ചെയ്യണം പൂജയ്ക്ക്. ഞങ്ങളവിടേക്ക് പോയത് ലിഫ്റ്റിലാണ് കേട്ടോ. പേ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ദിർഹമാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ധാര ചെയ്യാം. അപ്പോൾ അവർ നമുക്ക് ഒരു മുന്തയിൽ ഇങ്ങനെ വെള്ളം കൊണ്ടുത്തരും, നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാം. അവർ മന്ത്രം ജപിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഫുഡ് സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമായണം, മഹാഭാരതം, നമ്മളുടെ ഹിന്ദുസിൻ്റെ എല്ലാ ഇതുകളും അറിയുന്നവരെ ബുക്കുകൾ അതൊക്കെ അവിടെ വിൽക്കാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇങ്ങനെ എവിടെ പോയാലും ഒരു ചെറിയൊരു സാധനം അവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളൊരു സ്റ്റാളിൽ കയറിയിട്ട് വാങ്ങിച്ചത് ഒരു കപ്പാണ് കേട്ടോ. അപ്പോൾ കപ്പുമ്മൽ ബാബ്സ് മന്ദിറിൻ്റെ ഫോട്ടോ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഓർമ്മയ്ക്ക് എന്നേക്കുമുള്ള ഒരു ഓർമ്മയാണല്ലോ. ഇനി വരാൻ പറ്റുന്ന സ്ഥലം അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പോൾ ഞങ്ങളതും വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞു തിരിച്ച് പോന്നു. നാരായണ
चप्पल नहीं अंदर है। നമുക്ക് ഈ അമ്പലത്തിൻ്റെ ഒരു ഇത് വെച്ചപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഒരു ഇതല്ല നല്ല അമ്പലത്തിൻ്റെ ഒരു മിനിയേച്ചർ മേടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ അമ്പലത്തിലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.